ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ കാമകലാവിലാസത്തിലെ അടുത്ത ശ്ലോകം, 8ാമത്തെ ശ്ലോകം നോക്കാം. ഇതി കാമകലാ വിദ്യാദേവീ ചക്രക്രമാത്മികാ സേയം വിദിതായേന സമുക്തോ ഭവതി മഹാത്രിപുരസുന്ദരീ രൂപഃ. പദങ്ങളുടെ അർത്ഥം നോക്കാം. ദേവീ ചക്രക്രമാത്മിക, പരദേവതയുടെ ബിന്ദുവിൽ നിന്നും ശ്രീചക്രമായി വികസിക്കുന്ന ക്രമത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയ, അതായത് സൂക്ഷ്മാർത്ഥത്തിൽ ശബ്ദ അർത്ഥപ്രപഞ്ചമായി വികസിക്കുന്ന ക്രമത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയ ചിത് ശക്തിയായി സാ ഇയം കാമകല വിദ്യ ഇതി, ഇതുവരെ പരാമർശിക്കപ്പെട്ട മഹാബിന്ദു സ്വരൂപിണിയായ പരദേവത പ്രകാശവിമർശാത്മക ശിവശക്തികളുടെ ഐക്യരൂപ കാമകലയാണ് എന്നുള്ള ജ്ഞാനം, വിദ്യ എന്നതിന് ഇവിടെ ജ്ഞാനം എന്നർത്ഥം, ഏന വിധിത, ഏതൊരു സാധകനാൽ അറിയപ്പെട്ടതാകുന്നുവോ, സഹ, ആ മഹാസാധകൻ അഥവാ സാധിക എന്നും അർത്ഥമെടുക്കാം, മഹാത്രിപുരസുന്ദരീ രൂപ, ശിവശക്തി ഐക്യ ചിത്ശക്തിയുടെ സായുജ്യ രൂപ മോക്ഷം പ്രാപിച്ച് മുക്തഃ ഭവതി, ജീവൻ മുക്തി കൈവരിക്കുന്നു. മഹാബിന്ദു തന്നെയാണ് കാമകല. അത് കേവലം ഒരു ബിന്ദുവല്ല, ശിവശക്തി ബിന്ദുക്കളുടെ മേളനം കൊണ്ടുണ്ടാവുന്ന മിശ്രബിന്ദുവാണ്. പരാസംവിത് ശക്തി ചിത് ശക്തിയായി സംവിത് ശക്തി എന്ന ഭാവം പ്രാപിക്കുന്ന മഹാബിന്ദുവാണ് കാമകല. അതാണ് ദേവീ ചക്രക്രമം എന്ന് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ ചിത്ശക്തിയുടെ വിലാസമാണ് മഹാബിന്ദു, മൂലത്രികോണം മുതലായ പല ആവരണങ്ങളായി വികസിക്കുന്ന ശ്രീചക്രം. കാമകലയായ മഹാബിന്ദു ശ്രീചക്രമായി വികസിക്കുന്നതാണ് കാമകലാവിലാസം. സാ ഇയം കാമകലാ വിദ്യ, ഈ കാമകലയുടെ വിദ്യ എന്ന് പറയുന്നത് ചക്രം, മന്ത്രം, ചിത് ശക്തിയായ ദേവത എന്നീ മൂന്നിൻ്റെയും ഐക്യഭാവമായ ജ്ഞാനം സിദ്ധിക്കലാണ്. ശക്തിപാതാത് സമുന്മിഷത് ബ്രഹ്മജിജ്ഞാസുന ഭാഗ്യവത വിദ്യാവത പുരുഷേന വിദിത സ പുരുഷോ മുക്തോ ഭവതി എന്ന് വെച്ചാൽ, പരദേവതയുടെ അനുഗ്രഹത്താൽ ഭാഗ്യവാന്മാരായ മുമുക്ഷുക്കൾ ഈ സൂക്ഷ്മതത്വം അനുഭവത്തിലൂടെ അറിയുമ്പോൾ അവർ ജീവൻ മുക്തരാകുന്നു. എന്താണ് ആ മുക്തി എന്ന് പറയുന്നത്? മോക്ഷോ ഹി നാമ നൈവാന്യഃ സ്വരൂപ പ്രഥനം ഹി സഹ സ്വരൂപം ചാത്മനഃ സംവിൻ നാന്യത്തത്രതു യാഹ് പുനഃ. മോക്ഷം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, മന്ത്രസാധനയിൽ കൂടി സ്വന്തം ആത്മാവിൽ സംവിത്താകുന്ന ചിത് ശക്തിയുടെ ഐക്യഭാവം സിദ്ധിക്കലാണ് എന്ന് ശ്രീ അഭിനവഗുപ്താചാര്യർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ശ്രീ കാമകലാവിലാസം ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടില്ലെങ്കിലും കാമകലാധ്യാനം എന്നറിയപ്പെടുന്ന ഒരു ധ്യാനവിശേഷം കുറിച്ചും ഇവിടെ പറയേണ്ടതുണ്ട്. മുഖം ബിന്ദും കൃത്വ എന്ന് തുടങ്ങുന്ന സൗന്ദര്യലഹരി 19ാം ശ്ലോകത്തിലും ശ്രീചക്ര വിവരണം പ്രതിപാദിക്കുന്ന ഒരുവിധം എല്ലാ തന്ത്രഗ്രന്ഥങ്ങളിലും ആചാര്യന്മാരുടെ വൃത്തികളിലും രചനകളിലും ഒക്കെ കാമകലാധ്യാനം ഒരു പ്രധാന വിഷയമായി പരിഗണിച്ച് അതിൻ്റെ രഹസ്യതത്വം പല രീതിയിലും വിവരിക്കുന്നുണ്ട്. കാമകലയെ പ്രകടമായി ഒരു സ്ത്രീ ശരീരം എന്ന പോലെ ഭാവിച്ചുള്ള വർണ്ണനയാണ് പല ഗ്രന്ഥങ്ങളിലും ചെയ്തിട്ടുള്ളത് എങ്കിലും ചില തന്ത്രങ്ങളിലെങ്കിലും അതിൻ്റെ അമൂർത്തമായ ഘടനയിൽ, അബ്സ്ട്രാക്ട് ഫോമിൽ പ്രാമുഖ്യമൂന്നിക്കൊണ്ട് വിവരിച്ചിട്ടുമുണ്ട്. സൗന്ദര്യലഹരി മുതലായ ഗ്രന്ഥങ്ങളിലെ ശ്ലോകങ്ങളിൽ ത്രൈലോക്യ വശ്യം ആണ് കാമകലാധ്യാനത്തിൻ്റെ ലക്ഷ്യമായി പറഞ്ഞിട്ടുള്ളതെങ്കിലും അതിൻ്റെ സൂക്ഷ്മാർത്ഥത്തിൽ ത്രൈലോക്യ വശ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നാണ്. ഗന്ധർവതന്ത്രത്തിൽ 30ാമത്തെ പടലത്തിൽ സ്മരണമാത്രയിൽ സായുജ്യം സിദ്ധിക്കുന്ന കാമകലാ സ്വരൂപം പ്രകാശിപ്പിച്ചു തരാനായി ശ്രീ പരാശക്തി ചോദിക്കുന്നതിന് ഭഗവാൻ ശ്രീ പരമേശ്വരൻ വിസ്തരിച്ച് 49 മുതൽ 63 വരെയുള്ള ശ്ലോകങ്ങളിലായിട്ട് കാമകലാധ്യാന പ്രകാരം വിവരിക്കുന്നുണ്ട്. ഇതിലെ പല ശ്ലോകങ്ങളും രുദ്രയാമള തന്ത്രത്തിലും വേറെയും ചില തന്ത്രങ്ങളിലുമൊക്കെ ആവർത്തിച്ചിട്ടുമുണ്ട്. തേഷാം വിമർശ ഈകാരോ ബിന്ദുനാ തത് ത്രിധാഗതം തത് തുരീയ സ്വരൂപാർണ ബിന്ദുത്രയവതീരിതം
ഈകാരോർധ്വഗതോ ബിന്ദുർ മധ്യതാം ച ഗതേ രവൗ സ്തനൗ ദഹനശീതാംശു യോനിർഹാർദ്ധകലാ ഭവേത് തദാത്മകസ്യ ദേവ്യാസ്തേ സാധകസ്യ ച തദ്ഭവേത് തദുദ്ഭവം ശൃണു പ്രാജ്ഞേ മഹോദയകരം പരം ഊർധ്വബിന്ദ്വാത്മകം വക്രം അധോബിന്ദുദ്വയാത്മകം കുചദ്വയം തു തച്ഛേഷൈഃ ശേഷാംഗാനി വിഭാവയേത് ഇതി തേ ഗതിത കാമകലായ ബാഹ്യഭാവന. ശ്രീ ലളിതാ മഹാത്രിപുരസുന്ദരിയുടെ മൂലമന്ത്ര ബീജമായ ഈം ബീജത്തിന്റെ ഊർധ്വത്തിലുള്ള ബിന്ദു മുഖവും സൂര്യകലയും ആണ്. ഈകാര ഊർധ്വഗതോ ബിന്ദു രവൗ എന്നതിന്റെ അർത്ഥം അതാണ്. പിന്നെ മധ്യതാംച ഗതേ സ്തനൗ, മധ്യത്തില് സ്തനങ്ങളെപ്പോലെ യുഗളങ്ങളായിരിക്കുന്ന ദ്വന്ദ്വങ്ങളായിരിക്കുന്ന രണ്ട് ബിന്ദുക്കൾ ദഹനശീതാംശു, അഗ്നിയുടെയും ചന്ദ്രന്റെയും കലകളാണ്. പിന്നെ യോനിർ ഹാർദ്ധകല, ഹരാർദ്ധകലയാണ് ഹാർദ്ധകല. ഹരന്റെ അർദ്ധകല എന്ന് വെച്ചാൽ ശക്തി. ഹരനായ ശിവന്റെ അർദ്ധാംഗിനിയായ ശക്തിയുടെ കലയെയാണ് ഇത് കുറിക്കുന്നത്. ഹകാരഃ പരമേശാനി ശിവരൂപീയതസ്തത തസ്യർദ്ധാംഗം മഹാശക്തിർ ഹകാരാർദ്ധസ്വരൂപിണി എന്ന് ജ്ഞാനാർണവ തന്ത്രത്തിലും പറയുന്നുണ്ട്. ഹകാരാർത്ഥം ശക്തിയാണ് എന്ന വസ്തുത. യോനിർ ഹാർദ്ധകലാ ഭവേത് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഹകാരാർത്ഥം യോനിയെ കുറിക്കുന്നു. ഹാർദ്ധകല, ഹരാർദ്ധകല എന്നതിന് യോനി എന്നാണ് അർത്ഥം. ഈ യോനി ത്രികോണമാണല്ലോ എന്ന അർത്ഥത്തിൽ ശ്രീചക്രത്തിന്റെ പ്രഥമ ത്രികോണമാണ് കാമകല എന്ന് ധരിക്കരുത്. കാമകല ബിന്ദുവിൽ മാത്രം അടങ്ങിയിരിക്കുന്നതാണ്, അത് ഓർക്കണം. കാരണം ത്രികോണത്തിൽ സൃഷ്ടി സംഭവിച്ചു കഴിഞ്ഞു, വ്യാവഹാരിക ദശ വിടരാൻ തുടങ്ങിക്കഴിഞ്ഞു. വാമ, ജ്യേഷ്ഠ, രൗദ്രി മുതലായ ശക്തികളുടെ ആവിർഭാവമാണ് ത്രികോണം. കാമകല എന്നത് പാരമാർത്ഥികത്തിന്റെ പുറത്തേക്കുള്ള വ്യാവഹാരിക ദശയിലേക്ക് പ്രവേശിക്കാനുള്ള പടിവാതിലാണ്. അതാണ് ബിന്ദു. ഇവിടെ യോനി ബിന്ദു തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ അഥവാ പ്രപഞ്ചദശയുടെ സോഴ്സ്, പ്രഭവസ്ഥാനം എന്ന അർത്ഥത്തിൽ മാത്രമാണ് അത് പ്രയോഗിച്ചിട്ടുള്ളത്. തന്ത്രങ്ങളിൽ യോനി എന്നതിന് അങ്ങനെ തന്നെയാണ് അർത്ഥം കാണേണ്ടത്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പോർട്ടൽ, വ്യാവഹാരിക ദശയെ, കോസ്മിക് ഡയമെൻഷൻ എന്ന് പറയുന്ന പ്രാപഞ്ചിക ദശയെ തുറക്കുന്ന കവാടം, അഥവാ പ്രാപഞ്ചികം പ്രപഞ്ചാതീതം എന്ന രണ്ട് യാഥാർത്ഥ്യങ്ങളുടെ സംഗമസ്ഥാനം. അപ്പോൾ ഇതാണ് കാമകലാ സ്വരൂപം. അത് സ്ത്രീരൂപമൊന്നുമല്ല, ഒരു സീക്രട്ട് സിംബോളിക് റെപ്രസെൻറ്റേഷൻ. എന്താ പറയുക, നിഗൂഢ പ്രതീകാത്മകമായ നിരൂപണത്തിനു വേണ്ടി മാത്രം സ്ത്രീയുടെ ശരീരഘടന പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. പരദേവതയുടെ മുഖം, സ്തനങ്ങൾ, യോനി എന്നൊക്കെ വിഭാവനം ചെയ്ത് ധ്യാനിക്കേണ്ടതൊന്നുമല്ല ഈ കാമകലാധ്യാനം എന്ന് പറയുന്നത്. ശ്രീവിദ്യോപാസകർ ഇത് നന്നായി മനസ്സിലാക്കിയിരിക്കണം. സൗന്ദര്യലഹരി ശ്ലോകത്തിന്റെ ചില വ്യാഖ്യാനങ്ങൾ വായിക്കുമ്പോൾ ഞെട്ടിപ്പോകും. സ്ത്രീയെ വശീകരിക്കാൻ സാധ്യയായ സ്ത്രീയുടെ ശരീര അവയവങ്ങളെ കാമകലാസ്വരൂപവുമായി ഐക്യപ്പെടുത്തിയിട്ടുള്ള ചില നികൃഷ്ട മാദന പ്രയോഗങ്ങൾക്ക് വരെ ഈ ഉത്തുംഗ സിദ്ധാന്തം വലിച്ച് ഇഴച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. മധ്യപ്രദേശിലെ പീതാംബരപീഠ സംസ്കൃത പരിഷത്ത് ഇറക്കിയ ചിദ്വല്ലി വ്യാഖ്യാന സഹിതമുള്ള കാമകലാവിലാസത്തിന്റെ പതിപ്പിൽ കൊടുത്തിരുന്ന ഒരു ചിത്രമാണ് ഈ വീഡിയോയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ പ്രത്യക്ഷ സ്ത്രീരൂപമല്ല ചിത്രീകരണത്തിന് സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. ഈം ബീജമാണ് കാമകലാ ബീജം. ദേവനാഗരി ലിപിയിലുള്ള ഈം എന്ന അക്ഷരമാണ് നടുവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശിവശക്തി ബിന്ദുക്കളാണ് മധ്യത്തിൽ രണ്ട് വശത്തുമായി കുറിച്ചിരിക്കുന്നത്. ശിവശക്തി സാമരസ്യത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന മിശ്രബിന്ദു അഥവാ ചിത് ശക്തി സ്വരൂപ മഹാബിന്ദുവിന് ഇവിടെ പ്രാമുഖ്യമുള്ളത് കൊണ്ടാണ് അത് മുകളിൽ ഉത്തുംഗസ്ഥാനത്തിൽ വെച്ചിരിക്കുന്നത്. ജഗത് സൃഷ്ടിക്ക് കാരണമാകുന്ന പ്രഭവസ്ഥാനം എന്ന് പറയുന്ന ഡയമെൻഷണൽ പോർട്ടലാണ് യോനി. അത് ഈ അഗ്നി, സോമ, സൂര്യാദി ബീജങ്ങളുടെ പരിണത ഫലം ആയതുകൊണ്ടാണ് അവയുടെ ചുവട്ടിൽ താഴേക്ക് കേന്ദ്രീകരിച്ച് ശക്തി ത്രികോണമായി കാണിച്ചിരിക്കുന്നത്. അഗ്രം താഴേക്കായുള്ളത് ശക്തികോണമാണ്. ശിവശക്തികളുടെ സാമരസ്യത്തിൽ നിന്നും രക്തശിവമായും ശുക്ലശക്തിയായും വികസിക്കുന്നതിനെ ദ്യോതിപ്പിക്കുന്നതാണ് വേറിട്ട് മുകളിൽ നിൽക്കുന്ന അഗ്രം മുകളിലേക്കായുള്ള ശിവത്രികോണം, താഴേക്ക് ഇറങ്ങി നിൽക്കുന്നതാണ് ശക്തി ത്രികോണം.
ശിവചക്രം, ശക്തിചക്രം എന്നാണ് ഈ ചിത്രത്തിൽ കുറിച്ചിരിക്കുന്നത്. ഒന്ന് മറ്റൊന്നിൻ്റെ മുകളിലായിട്ടല്ല, ഒന്ന് മുകളിലും മറ്റേത് താഴെയും വേറിട്ടാണ് ഇരിക്കുന്നത്. സങ്കോച വികാസം എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ മനസ്സിലാക്കി. വികാസഭാവമാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത് എന്ന് പറയാം. ഇതാണ് കാമകലാ സ്വരൂപത്തിൻ്റെ കൂടുതൽ ഉചിതമായ ഒരു റെപ്രസെൻറ്റേഷൻ, ഒരു പ്രാതിനിധ്യ മാതൃകയായി എനിക്ക് തോന്നിയത്. ഇനി ഈ കാമകലയെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? രുദ്രയാമള തന്ത്രത്തിലെ ശ്ലോകമാണ് ഇത്. ഗന്ധർവതന്ത്രത്തിലും സൗന്ദര്യലഹരിയുടെ അരുണാമോദിനി വ്യാഖ്യാനത്തിൽ ആചാര്യ ശ്രീ കാമേശ്വര സൂരിയും ഉദ്ധരിച്ചിട്ടുണ്ട്. നഭോ മഹാബിന്ദുമുഖി ചന്ദ്രസൂര്യസ്തനദ്വയ സുമേരുഹാർദ്ധകലയാ ശോഭമാന മഹീപദ പാതാളതല വിന്യാസ ത്രിലോകീയം തവാംബികെ കാമരാജകലാരൂപ ജാഗർത്തി സചരാചര. നഭോതലം, ആകാശമാണ് മുഖം ആകുന്ന മഹാബിന്ദു. ചന്ദ്രസൂര്യന്മാരാണ് രണ്ട് സ്തനങ്ങൾ. മേരുപർവ്വതമാണ് യോനി. ഭൂമിയാണ് ശോഭിച്ചതായ തിരുവടി. പാതാള തവ വിന്യാസ ത്രിലോകീ ഇയം കാമരാജകലാരൂപ. പാതാളം വരെ വ്യാപിച്ചിരിക്കുന്ന 3 ലോകങ്ങളുമാണ് നിന്തിരുവടിയുടെ കാമകലാസ്വരൂപം. അത് ചരാചര പ്രപഞ്ചത്തെയും ഉണർവോട് കൂടിയതാക്കുന്നു. ജാഗർത്തി സ ചരാചര. പ്രപഞ്ചം സൃഷ്ടിക്കാൻ പുറപ്പെടുന്ന ചിത് ശക്തി സ്വരൂപിണിയായ മഹാശക്തി ബൃഹത്തായ ഒരു വിരാട് സ്വരൂപത്തിൽ സർവത്ര പ്രപഞ്ചമാകെ വികസിച്ച് വ്യാപിച്ചിരിക്കുന്നു എന്ന ഒരു ഉത്കൃഷ്ടമായ ആശയമാണ് രുദ്രയാമള തന്ത്രത്തിലെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാമകലാ സ്വരൂപം സൂചിപ്പിക്കുന്ന സൂക്ഷ്മ തത്വവും അതുതന്നെയാണ്. ത്രൈലോക്യവശ്യമാണ് കാമകലാ ധ്യാനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. ത്രൈലോക്യവശ്യം എന്ന് പറഞ്ഞാൽ ത്രൈലോക്യത്തെ അധീനത്തിലാക്കി ജയിക്കുക. എങ്ങനെയുള്ള ജയിക്കലാണ്? അതായത് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്ന് പറയുന്ന 3 ലോകങ്ങളിൽ കൂടി മാറി മാറി പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ജീവന്റെ ഈ പ്രപഞ്ചദശയെ അതിജീവിച്ച് മോക്ഷധാമം പ്രാപിക്കുക എന്നതാണ് ത്രൈലോക്യവശ്യത്തിൻ്റെ സൂക്ഷ്മാർത്ഥം. അത് സാധിക്കുന്നതിന് വിരാട് സ്വരൂപിണിയായ ചിത്ശക്തിയുടെ ധ്യാനം, കാമകലാ തത്വത്തിൻ്റെ സൂക്ഷ്മത മനസ്സിലാക്കി ചെയ്യുന്ന ധ്യാനം ഉപകരിക്കുന്നു എന്ന ആശയമാണ് ഇവിടെ സ്വീകരിക്കേണ്ടത്. ഏവം കാമകലാരൂപം അക്ഷരം യത് സമുത്ഥിതം കാമാദിവിഷമോക്ഷാണാം ആലയം പരമം ധ്രുവം തദേവ തത്വപ്രവരം നിജദേഹം വിചിന്തയേത് എന്ന് നിത്യാഷോഡശികാർണവം പറയുന്നു. അതായത് നാശരഹിതമായ മഹാബിന്ദു സ്വരൂപത്തിൽ ഉയരുന്ന ഈ കാമകലാരൂപം കാമാദി വിഷമോക്ഷാണാം, കാമാദി ദുഷ്ടതകൾ നിറഞ്ഞ സംസാര വിഷത്തിൽ നിന്നും നിത്യമോചനം നേടാനുള്ള സങ്കേതമാകുന്നു. വിഷമോക്ഷ, വിഷം സംസാരേ ജനനമരണാദിലക്ഷണ തസ്മാദേനം സാധകം മോചയതീതി വിഷമോക്ഷാലയം ഉച്യത്തെ. അഥവാ വിമർശാനന്ദലക്ഷണ പരാഹംഭാവസ്ഥിതി മോക്ഷ തസ്മൈ സാധകായ സാധയതീതി മോക്ഷാലയം. നിരന്തര ജനനമരണ രൂപത്തിലുള്ള ഭവദുരിതത്തിൽ നിന്നും സാധകനെ മോചിപ്പിക്കുന്ന വിഷമോക്ഷമായും വിമർശാനന്ദ ലക്ഷണമായിട്ടുള്ള പരാഹംഭാവസ്ഥിതിയായ മോക്ഷപദം സാധകന് സാധിച്ചു കൊടുക്കുന്ന മോക്ഷാലയമായിട്ടുള്ളതുമാണ് ഈ കാമകലാ സ്വരൂപ ധ്യാനം എന്ന് ഈ നിത്യാഷോഡശികാർണവ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ആചാര്യ ശ്രീ വിദ്യാനന്ദനാഥർ പറയുന്നു. പരമമായ ഈ കാമകലയെ ഉത്കൃഷ്ട സത്തയായി വിശേഷേണ സ്വന്തം ദേഹത്തിൽ തന്നെ അനുസന്ധാനം ചെയ്യേണ്ടതുമാണ്, ധ്യാനിക്കേണ്ടതുമാണ്. നിജദേഹം വിചിന്തയേത്. പിന്നെ ഈ കാമകലാ ധ്യാനത്തിലെ ലിപി രൂപം പല രീതിയിലും തന്ത്രഗ്രന്ഥങ്ങളിലും ആചാര്യന്മാരുടെ വ്യാഖ്യാനങ്ങളിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഹകാരാർത്ഥം എന്നത് അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ തന്നെ ദേവനാഗരി ലിപിയിൽ ഹ എന്ന് എഴുതുമ്പോൾ അതിൻ്റെ താഴത്തെ പാതി ത്രികോണം പോലെ യോനി രൂപത്തിൽ വരുന്നു എന്ന അർത്ഥത്തിൽ. മറ്റൊന്ന് കാമബീജം അഥവാ കാമരാജബീജമായ ക്ലീം ബീജം ദേവനാഗരി ലിപിയിൽ എഴുതുമ്പോൾ ബിന്ദു മുഖമായിട്ടും കകാരത്തിൻ്റെ 2 വശത്തുമുള്ള 2 വട്ടങ്ങളും സ്ഥനങ്ങളായിട്ടും അതിൻ്റെ താഴെയുള്ള ലകാരം ത്രികോണ രൂപത്തിൽ യോനിയായും ധ്യാനിക്കുന്ന രീതി. സൗന്ദര്യലഹരി ശ്ലോകത്തിൻ്റെ അരുണാമോദിനി മുതലായ ചില വ്യാഖ്യാനങ്ങളിൽ പറഞ്ഞിട്ടുള്ള രീതി ഇതാണ്.
ക്ലീം മിത്യസ്യ മദനബീജത്വാത് തത്ര ച ബിന്ദോർ നാഗരലിപ്യാം ശിരഹസ്ഥത്വാത് തത്രസ്ഥേ ബിന്ദൗ മുഖം കൃത്വാ തദധസ്ഥിത ബിന്ദുദ്വയാകാരേ കുചദ്വയം തദധോവർത്തിനി ലകാരേ ഹരാർദ്ധം ത്രികോണം ധ്യാത്വാ തേന മന്മഥകലാം ധ്യായേത്. മറ്റൊന്ന്, സനത്കുമാര സംഹിതായാം മുക്തഃ പഞ്ചബാണബീജാനി മുഖേ ബാഹുയുഗ്മേ കുചമധ്യേ യോനിമധ്യേ യഥാക്രമം ദ്രാം ദ്രീം ക്ലീം ബ്ലൂം സഹ ഇതി ചിന്തയേത് ഇത്യർത്ഥഃ. അതായത് കാമദേവന്റെ പഞ്ചബാണങ്ങളുടെ ബീജങ്ങളായ ദ്രാം ദ്രീം ക്ലീം ബ്ലൂം സഹ എന്നിവയെ മുഖം, 2 കൈകൾ, സ്തനങ്ങൾ, യോനി എന്നീ 5 സ്ഥാനങ്ങളിൽ ധ്യാനിക്കണം എന്ന് സനത്കുമാര സംഹിതയിൽ പറഞ്ഞിട്ടുള്ളതായി ശ്രീ ലക്ഷ്മീധരാചാര്യർ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യലഹരി വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗന്ധർവതന്ത്രം, രുദ്രയാമളം, ജ്ഞാനാർണവം പോലെയുള്ള പഴയ തന്ത്രങ്ങളിൽ ഈം ബീജം തന്നെയാണ് കാമകലാ ബീജമായി എടുക്കേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ ദേവനാഗരി ലിപി എഴുതുമ്പോൾ ഉണ്ടാകുന്ന രൂപത്തിനെ അടിസ്ഥാനമാക്കിയല്ല കാമകലാരൂപ ഘടന പറഞ്ഞിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ലിപി എന്ന് പറഞ്ഞാൽ ഭാഷയുടെ എഴുത്ത് രൂപം പ്രകടിപ്പിക്കാനുള്ള ഒരു മാധ്യമം മാത്രമാണല്ലോ. ശബ്ദം ഒന്നാണെങ്കിലും അത് എഴുതുന്ന ഭാഷ പലതാവുമ്പോൾ ലിപി രൂപങ്ങളും മാറും. അതുകൊണ്ടാണ് ഈ പഴയ തന്ത്രങ്ങളിൽ ലിപിക്ക് പ്രാധാന്യം കൊടുത്തിട്ടില്ലാത്തത്. കാമരാജ കല എന്ന് വെച്ചാൽ കാമരാജനായ ശ്രീ പരമേശ്വരന്റെ ശോഭ അഥവാ കാമബീജത്തിന്റെ കല, കാമരാജത്തിന്റെ ദേവതാ ബീജം. കകാര ലകാരരഹിതം കാമകലാരൂപം. കാമബീജമായ ക്ലീം എന്ന ബീജത്തിലെ കകാര ലകാരങ്ങളെ ഒഴിവാക്കുമ്പോൾ ശേഷിക്കുന്ന ഈം ബീജം. യന്നിത്യേ തവ കാമരാജമപരം മന്ത്രാക്ഷരം നിഷ്കളം തത് സാരസ്വതമിത്യവൈതി എന്ന് തുടങ്ങുന്ന ലഘുസ്തവം 4ാമത്തെ ശ്ലോകം ഇവിടെ സ്മർത്തവ്യമാണ്. അതായത് നിഷ്കലം, കകാര ലകാരങ്ങളോട് കൂടാത്ത നിന്തിരുവടിയുടെ കാമരാജമന്ത്ര ബീജം സാരസ്വതം എന്ന ബീജമായി അറിയപ്പെടുന്നു എന്ന അർത്ഥം. മൂലമന്ത്രാത്മിക എന്ന ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന ഈ ബീജത്തിന് ഗുപ്ത സരസ്വതി ബീജം എന്ന ഒരു പേരുമുണ്ട്. അപ്പോൾ വശ്യം മുതലായ പ്രയോഗങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല കാമകലാധ്യാന സാധന. പരദേവതയുമായി ഐക്യം പ്രാപിക്കുന്നതിനുള്ള അതിശ്രേഷ്ഠമായ മോക്ഷ സാധന തന്നെയാണ് ഇത് എന്ന അർത്ഥം. ഇത്രയും പറഞ്ഞ് ഈ 8ാമത്തെ ശ്ലോക വിവരണം നമുക്ക് അവസാനിപ്പിക്കാം. ഇനി അടുത്ത 9ാമത്തെ ശ്ലോകം എടുക്കാം. അതിനു മുമ്പായി ശ്രീ കാമകലാവിലാസത്തിലെ ഇനി അങ്ങോട്ടുള്ള ബാക്കി 47 ശ്ലോകങ്ങളിലെ വിഷയം എന്താണെന്ന് സൂചിപ്പിക്കാം. ആകെ 55 ശ്ലോകങ്ങളാണ്. അതിലിപ്പോൾ 8 എണ്ണം കഴിഞ്ഞു. ഇനി ഉള്ളത് 47 ശ്ലോകങ്ങൾ. അടുത്ത 9-10 ശ്ലോകങ്ങളിൽ, അടുത്തതായി നമ്മൾ നോക്കാൻ പോണ 2 ശ്ലോകങ്ങളിൽ പഞ്ചഭൂത സൃഷ്ടി, സൂക്ഷ്മബീജമായും സ്ഥൂലരൂപമായുമുള്ള പഞ്ചഭൂത സൃഷ്ടി വിവരണമാണ്. 11ാമത്തെ ശ്ലോകത്തിൽ മന്ത്രം, ദേവത, ഉപാസകൻ ഇവർ തമ്മിലുള്ള ഭേദമില്ലായ്മയാണ്. പിന്നെ 12, 13, 14 ശ്ലോകങ്ങളിൽ മുമ്മൂന്നായി വികസിച്ചിട്ടുള്ളതെല്ലാം ഈ 3 ബീജങ്ങൾ തന്നെയാണ് എന്ന് വീണ്ടും ഈ 3 ബീജങ്ങളുടെ മഹത്വം വിവരിക്കുകയാണ്. 15ാമത്തെ ശ്ലോകത്തിൽ പഞ്ചഭൂതങ്ങളുടെ ഗുണങ്ങൾ 15 എണ്ണമായി വികസിക്കുന്നതാണ് പറയുന്നത്. 16ഉം 17ഉം ശ്ലോകങ്ങളിൽ ഈ 15 എങ്ങനെയാണ് പഞ്ചദശീ മന്ത്രത്തിന്റെ 15 അക്ഷരങ്ങളും 15 തിഥിനിത്യ ദേവതകളുമായി അവരുടെ സംഖ്യയായി പൊരുത്തപ്പെടുന്നത് എന്ന് പറയാണ്. 18ാമത്തെ ശ്ലോകത്തിൽ പഞ്ചദശീ മന്ത്രത്തിൽ 36 തത്വങ്ങളും അടങ്ങിയിരിക്കുന്നതിന്റെ വിശദീകരണമാണ്. 19ാം ശ്ലോകത്തിൽ പഞ്ചദശീ മന്ത്രത്തിനും ആ മന്ത്രദേവതയ്ക്കും ഭേദമില്ല എന്നുള്ള തത്വം ഊന്നിപ്പറയുന്നു. പിന്നെ 20ാമത്തെ ശ്ലോകത്തിൽ പശ്യന്തി, മധ്യമ, വൈഖരി എന്നീ രൂപങ്ങളുള്ള പരാശക്തി ശ്രീചക്രത്തിന്റെ 3 ഖണ്ഡങ്ങളിലായിട്ട് ഇരിക്കുകയാണ് എന്നുള്ളതിൻ്റെ വിവരണമാണ്. 21ാമത്തെ ശ്ലോകത്തിൽ ശ്രീചക്രത്തിനും ചക്രേശ്വരികൾക്കും പരാശക്തിക്കും തമ്മിലുള്ള അഭേദമാണ് വിവരിക്കുന്നത്. അത് കഴിഞ്ഞാൽ 22 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങളിൽ 13 ശ്ലോകങ്ങളിൽ ബിന്ദു മുതൽ ഭൂപുരം വരെയുള്ള ശ്രീചക്രത്തിന്റെ ആവരണങ്ങളുടെ വിവരണമാണ്. 35 ആവരണ ദേവതകൾ, ഔഘത്രയം എന്ന് പറയുന്ന ഗുരുമണ്ഡലം
ഈ രണ്ടും ദേവിയുടെ 2 പാദങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന കിരണങ്ങളാണ് എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞാൽ 36 മുതൽ 49 വരെയുള്ള 14 ശ്ലോകങ്ങളിൽ ശ്രീചക്രത്തിലെ ആവരണ ദേവതകളുടെ വിവരണമാണ്. സർവാനന്ദമയ ചക്രം തൊട്ട് ത്രൈലോക്യമോഹന ചക്രം വരെയുള്ള 9 ആവരണങ്ങളിലുള്ള ആവരണ ദേവതകൾ. പിന്നെ 50-ാമത്തെ ശ്ലോകത്തിൽ ഗുരുമണ്ഡലത്തിൻ്റെയും 51, 52, 53 ശ്ലോകങ്ങളിൽ ഗുരു പരമ്പരയുടെയും 3 യുഗങ്ങളിലുമായിട്ടുണ്ടാകുന്ന 3 ഗുരു ഔഘം ഗുരു പരമ്പരകളുടെയും വിശദീകരണമാണ്. 54-ാം ശ്ലോകം ഒരു പരിസമാപ്തി ശ്ലോകമാണ്. പിന്നെ 55-ാമത്തെ ശ്ലോകത്തിൽ ഭവസാഗരം തരണം ചെയ്യാൻ തുണയ്ക്കുന്ന സദ്ഗുരുനാഥന് തൻ്റെ നമസ്കാരം അർപ്പിച്ച് ഗ്രന്ഥം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഗ്രന്ഥകർത്താവായ ആചാര്യർ ശ്രീമദ് പരമഹംസ പുണ്യാനന്ദനാഥ മഹായോഗികൾ. ഇനി അങ്ങോട്ട് മനസ്സിലാക്കാൻ പോണത് എന്താണെന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് മുഴുവനും ഒന്ന് പറഞ്ഞത്. അപ്പോൾ മുഴുവനും കാമകലയുടെ വിവരണമല്ല, കാമകലാ സ്വരൂപത്തിൻ്റെ വിവരണമൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ശ്രീചക്രത്തിൻ്റെ വിവരണമാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് 9-ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. 9-ാമത്തെ ശ്ലോകം. സ്ഫുടിതാദരുണാദ് ബിന്ദോർ നാദ ബ്രഹ്മാങ്കുരോരവോ വ്യക്തഃ തസ്മാദ് ഗഗനസമീരണദഹനോദക ഭൂമി വർണ്ണസംഭൂതിഃ. ശ്ലോകത്തിന്റെ പദങ്ങൾ പിരിച്ച് പറയുമ്പോൾ വരുന്നത് ഇങ്ങനെയാണ്. സ്ഫുടിതാത് അരുണാത് ബിന്ദോഹോ നാദ ബ്രഹ്മ അങ്കുരോ രവോ വ്യക്തഃ തസ്മാത് ഗഗന സമീരണ ദഹന ഉദക ഭൂമിവർണ്ണ സംഭൂതിഃ. ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം. സ്ഫുടിതാത്ത് സ്ഫുടമായ, നന്നായി തെളിഞ്ഞ, നന്നായി വികാസം പ്രാപിച്ച് ഉച്ഛൂനാവസ്ഥയിൽ എത്തി നിൽക്കുന്ന, പൊട്ടി അങ്കുരിക്കാൻ പാകത്തിനുള്ള എന്നൊക്കെ അർത്ഥം പറയാം ഈ പദത്തിന്. അരുണാത് ബിന്ദോഹോ മിശ്രബിന്ദുവിൽ നിന്നും ചിത്ശക്തി സ്വരൂപമായ മഹാബിന്ദുവിൽ നിന്നും. അരുണവർണ്ണം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. നാദബ്രഹ്മ അങ്കുരഃ രവഃ വ്യക്തഃ, നാദമാകുന്ന ബ്രഹ്മത്തെ മുളയായിക്കൊണ്ടിരിക്കുന്ന പരാവാക്ക് നന്നായി ആവിർഭവിച്ചതായി ഇരിക്കുന്നു. പരാവാക്കിൻ്റെ ആവിർഭാവമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. പരാവാക്കിലുള്ള ജ്ഞാനാംശമാണ് നാദം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാദബ്രഹ്മം എന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. തസ്മാത് ആ നാദബ്രഹ്മത്തിൽ നിന്നും, ആ പരാവാക്കിൽ നിന്നും ഗഗന സമീരണ ദഹന ഉദക ഭൂമി. ഗഗന ആകാശം, സമീരൻ കാറ്റ്, ദഹന അഗ്നി, ഉദക ജലം, പിന്നെ ഭൂമി. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളുടെ വർണ്ണ സംഭൂതി, ബീജസ്വരൂപ മാതൃകാക്ഷരങ്ങളുടെ ഉദ്ഭവം സംഭവിച്ചു. അതായത് സ്ഫുടിതമായി ഉച്ഛൂനാവസ്ഥയിൽ നിൽക്കുന്ന മഹാബിന്ദുവിൽ നിന്നും നാദമാകുന്ന ജ്ഞാനാംശത്തെ അങ്കുരമായി ഉള്ളിൽ കൊണ്ടിരിക്കുന്ന പരാവാക്ക് ഉണ്ടായി. ആ പരാവാക്കിൽ നിന്നും പഞ്ചഭൂതങ്ങളുടെ ബീജസ്വരൂപം പ്രത്യക്ഷമായി എന്നതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ശ്രീ കാമകലാവിലാസത്തിലെ ഇതിനു മുമ്പിലത്തെ ശ്ലോകം വരെ മനസ്സിലാക്കിയ വിഷയത്തിന്റെ തുടർച്ചയായി മഹാബിന്ദുവിന്റെ അടുത്ത പരിണാമമാണ് ഇനി പറയുന്നത്. ഉച്ഛൂനാവസ്ഥയിൽ എത്തി നിൽക്കുന്ന മഹാബിന്ദു. എന്താണ് ഉച്ഛൂനാവസ്ഥ? അത് വീണ്ടും വിശദീകരിക്കുന്നില്ല, ഇതിനു മുമ്പ് അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. എന്നാൽ ഉച്ഛൂനാവസ്ഥയുടെ കാരണം ഒന്നും കൂടി സൂക്ഷ്മമായി വിശകലനം ചെയ്തിട്ടുണ്ട് ശ്രീ രാഘവ ഭട്ടാചാര്യർ തൻ്റെ പദാർത്ഥ ആദർശത്തിൽ. അതും കൂടി പറയാം. പദാർത്ഥ ആദർശം എന്ന് പറയുന്നത് ശാരദാതിലക തന്ത്രത്തിൻ്റെ വ്യാഖ്യാനമാണ്. അതിഗംഭീരമായിട്ടുള്ള ഒരു വ്യാഖ്യാനം. ശ്രീ രാഘവ ഭട്ടാചാര്യർ ആണ് അത് രചിച്ചിട്ടുള്ളത്. യാ അനാദിരൂപ ചൈതന്യ അധ്യാസേന മഹാപ്രളയെ സൂക്ഷ്മാസ്ഥിത തസ്യാ ഗുണവൈഷമ്യ അനുഗുണതയാ സാത്വിക രാജസ താമസ സ്രഷ്ടവ്യ പ്രപഞ്ച കാര്യ സാധനെ ഉച്ഛൂനാവസ്ഥാത്വമേവ ഉപചാരാത് ഉത്പത്തി. അതായത് പ്രളയകാലത്തിൽ ഒന്നിൻ്റെ ഉള്ളിൽ ഒന്നായി ഓരോ തത്വങ്ങളും ലയിച്ച് ഒടുവിൽ മഹാബിന്ദു, പിന്നെ ശക്തി, ഏറ്റവും അവസാനം ശിവതത്വം കൂടി ലയിക്കുന്നു പറഞ്ഞിരുന്നല്ലോ. ഈ കൂട്ടത്തിൽ
സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളുടെ സൂക്ഷ്മമായ അംശവും കൂടി ബിന്ദുവിൻ്റെ കൂടെ ഉള്ളിൽ കടക്കും. വീണ്ടും സൃഷ്ടിയുടെ സമയമാകുമ്പോൾ ഉച്ഛൂനാവസ്ഥ സൃഷ്ടിക്കുന്നത്, ആ സൂക്ഷ്മക്ഷോഭം സൃഷ്ടിക്കുന്നത് ഈ ഗുണങ്ങളാണത്രേ. സൂക്ഷ്മാ സ്ഥിതാ തസ്യ ഗുണവൈഷമ്യ അനുഗുണതയ ഉച്ഛൂനാവസ്ഥ. അപ്പോൾ ഉച്ഛൂനാവസ്ഥയുടെ കാരണമായി പറഞ്ഞിരിക്കുന്നത് ഇതാണ്, സൂക്ഷ്മസ്ഥിതിയിലുള്ള ത്രിഗുണങ്ങളുടെ ക്ഷോഭം, സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളുടെ സൂക്ഷ്മമായിട്ടുള്ള പ്രക്ഷോഭം. അങ്ങനെ ഉച്ഛൂനാവസ്ഥയിൽ എത്തി നിൽക്കുന്ന മഹാബിന്ദുവിൽ നിന്നും നാദരൂപത്തിൽ പരാവാക്ക് ഉണർന്ന്, പരാവാക്ക് ആവിർഭവിച്ച് പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ ബീജരൂപ മാതൃകാക്ഷരങ്ങളെ സൃഷ്ടിക്കുന്നു. ശാരദാതിലക തന്ത്രത്തിലെ ഒരു 3 ശ്ലോകങ്ങളിൽ കൂടി ഇത് വിവരിക്കാം. സച്ചിദാനന്ദ വിഭവാത് സകളാത് പരമേശ്വരാത് ആസിച്ഛക്തിസ്തതോ നാദോ നാദാത് ബിന്ദു സമുദ്ഭവ. ശാരദാതിലകത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ് ഇത്. സച്ചിദാനന്ദ വിഭവാത് സകളാത് പരമേശ്വരാത്. ഈ 3 വാക്കുകളുടെ അർത്ഥം നമ്മൾ വിശദമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സ്വസ്വരൂപ അവലോകനം ലഭിച്ച ശ്രീ പരമേശ്വരനാണ് സകലഹ, ശക്തിയാകുന്ന കലയോടുകൂടിയ, ശക്തി അംശമായ വിമർശത്തോടുകൂടിയ ശിവതത്വം. ആസീത് ശക്തി. ഇവിടെ സച്ചിദാനന്ദ വിഭവത്തിൽ നിന്നും ഉണ്ടാകുന്ന ശക്തിയാണ് ചിത് ശക്തി. ചിത് ശക്തിയിൽ നിന്നും നാദവും, നാദത്തിൽ നിന്ന് ബിന്ദുവും ഉണ്ടായി. സച്ചിദാനന്ദ വിഭവാത് സകളാത് പരമേശ്വരാത് ആസീത് ശക്തി തതോ നാദോ നാദാത് ബിന്ദു സമുദ്ഭവ. ചിത്ശക്തി സ്വരൂപ മഹാബിന്ദുവിന്റെ ആവിർഭാവം വരെയാണ് നമ്മൾ ഇതുവരെ ശ്രീ കാമകലാവിലാസത്തിൽ മനസ്സിലാക്കിയത്, അല്ലെ? ഇത് അടുത്ത ഘട്ടമാണ്. ചിത്ശക്തി രൂപ മഹാബിന്ദുവിൽ നിന്നും വീണ്ടും 3 അംശങ്ങൾ കൂടി ഉണ്ടാകുന്നതാണ് ശാരദാതിലകത്തിലെ അടുത്ത 2 ശ്ലോകങ്ങളിൽ പറയുന്നത്. പരശക്തിമയ സാക്ഷാത് ത്രിധാസൗ ഭിദ്യത്തെ പുനഃ ബിന്ദുർനാദോ ബീജമിതി തസ്യ ഭേദാഃ സമീരിത. ബിന്ദുഃ ശിവാത്മകോ ബീജം ശക്തിർനാദസ്തയോർമിതഃ സമവായഃ സമാഖ്യാത സർവാഗമ വിശാരദൈഃ. ചിത്ശക്തിമയമായ മഹാബിന്ദു വീണ്ടും 3ആയി വിഭജിക്കുന്നു. നാദം, ബിന്ദു, ബീജം എന്നിങ്ങനെ. ഇതിലെ ബിന്ദു ശിവാത്മകമാണ്, ബീജം ശക്തിയാത്മകവുമാണ്. അതിൽ നിന്നും ഉണ്ടാകുന്ന നാദം പരാവാക്ക് ആണ് എന്ന് സമാഖ്യാത സർവാഗമ വിശാരദൈഹി. എല്ലാ ആഗമരഹസ്യങ്ങളും അറിഞ്ഞ ജ്ഞാനികളാണ് ഇങ്ങനെ പറയുന്നത്. പരാവാക്കിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മ അംശങ്ങളായ നാദം, ബിന്ദു, കല എന്ന 3മാണ് പശ്യന്തി, മധ്യമ, വൈഖരി എന്നിങ്ങനെ ശബ്ദപ്രപഞ്ചമായി വികസിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ തന്നെ 7ാമത്തെ ഭാഗത്തിൽ 3ാം ശ്ലോക വിവരണത്തിൽ മനസ്സിലാക്കിയതാണ്. ശബ്ദപ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് വിവരിച്ച സന്ദർഭത്തിൽ അതുതന്നെയാണ് ഇവിടെയും സൂചന. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീ കാമകലാവിലാസത്തിലെ ഈ ശ്ലോകത്തിൽ നാദബ്രഹ്മ അങ്കുരോ രവോ വ്യക്ത എന്നതിന് പരാവാക്കിന്റെ സ്വരൂപം പൂർത്തീകരിക്കുന്ന നാദം എന്ന അംശം പരാവാക്കിന്റെ ഉള്ളിൽ അങ്കുരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 9ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് തസ്മാത് ഗഗന സമീരണ ദഹന ഉദക ഭൂമിവർണ്ണ സംഭൂതി. സംഭൂതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അകാരം മുതൽക്കുള്ള ശബ്ദം തന്നെയാണ് ആകാശം തൊട്ടുള്ള പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മരൂപത്തിൽ, ബീജസ്വരൂപത്തിൽ രൂപം കൊള്ളുന്നത് എന്ന് അർത്ഥം. ആകാശം എന്ന് വെച്ചാൽ ഏറ്റവും സൂക്ഷ്മം, ഭൂമി ഏറ്റവും സ്ഥൂലം. സൂക്ഷ്മമായ അകാരം മുതൽ ഏറ്റവും അവസാനത്തെ ക്ഷ വരെയുള്ള വൈഖരി രൂപത്തിലുള്ള ശബ്ദപ്രപഞ്ച സൃഷ്ടിയെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു അർത്ഥത്തിൽ വ്യക്തവർണ്ണ സംഭൂതി എന്നതിന് ബീജസ്വരൂപത്തിലുള്ള മാതൃകകൾ എന്ന അർത്ഥത്തിൽ ഹം, യം, രം, വം, ലം എന്നീ സൂക്ഷ്മബീജങ്ങളിൽ നിന്നും സ്ഥൂലഭൂതങ്ങളായ ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി മുതലായവയുടെ ഉത്പത്തി സംഭവിച്ചു എന്നും അർത്ഥമുണ്ട്. കാരണം ബീജങ്ങളിലുള്ളത് നാദത്തിൻ്റെ അംശം, ജ്ഞാനാംശം മാത്രമാണ്. പരാവാക്കിൻ്റെ ജ്ഞാനാംശത്തോടു കൂടിയുള്ള പഞ്ചഭൂതങ്ങളുടെ ബീജങ്ങളായ ഹം, യം, രം, വം, ലം എന്നിവ ഉണ്ടായി എന്നും അർത്ഥവിവക്ഷയുണ്ട്.
ബിന്ദുത്രയ സമായോഗാൻ മഹാത്രിപുരസുന്ദരി നാദരൂപേണ സാ ദേവി ഹകാരാർത്ഥസ്വരൂപിണി എന്ന് ഇതേ തത്വം തന്നെയാണ് ജ്ഞാനാർണവതന്ത്രത്തിലും പറഞ്ഞിരിക്കുന്നത്. 3 ബിന്ദുക്കളുടെ സംയോഗം കൊണ്ട് രൂപം കൊള്ളുന്ന ചിത് സ്വരൂപിണിയായ ശ്രീ മഹാത്രിപുരസുന്ദരി പരാവാക്കിൻ്റെ നാദരൂപത്തിൽ ശബ്ദസൃഷ്ടിക്ക് കാരണഭൂതയാകുന്നു എന്ന് സാരം. അപ്പോൾ ഈ 9ാമത്തെ ശ്ലോകത്തിൽ പഞ്ചഭൂതങ്ങളുടെ ബീജരൂപത്തിലുള്ള സൃഷ്ടിയാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിലും സൂക്ഷ്മാർത്ഥത്തിൽ ശബ്ദസൃഷ്ടിയുടെ തുടക്കത്തിലുണ്ടാകുന്ന പരാവാക്കിൽ നാദാംശം വന്ന് ചേരുന്നു എന്ന സൂചന കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. മഹാബിന്ദു ശബ്ദസൃഷ്ടിയിൽ പരാബിന്ദു പരാവാക്ക് ബിന്ദു ആകുന്നത് ഈ നാദബ്രഹ്മം എന്ന് പറയുന്ന ജ്ഞാനാംശമായ നാദം ചേരുമ്പോഴാണ്. അപ്പോൾ തൽക്കാലം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാം. അടുത്ത 10ാമത്തെ ശ്ലോകം അടുത്ത ഭാഗത്തിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.